ഹലോ ഗൈസ്, കേരളത്തിൽ ഒരു സ്ഥിരജോലി ആഗ്രഹിക്കുന്നവർക്കായിട്ട് ഇന്ത്യൻ റെയിൽവേയിലേക്ക് 3900-ലധികം വേക്കൻസിയുടെ പുതിയൊരു റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷനും കൂടെ ഇപ്പോൾ വന്നിട്ടുണ്ട്. സോ ഇതുപോലുള്ള കൂടുതൽ റെയിൽവേയുടെ അപ്ഡേറ്റ്സ് അറിയണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നമ്മുടെ ചാനലും കൂടെ ഒന്ന് ഫോളോ ചെയ്ത് വെക്കുക. സോ നമുക്കിവിടെ കാണാൻ സാധിക്കും ഇന്ത്യൻ റെയിൽവേയിലേക്ക് CN നമ്പർ 4/2026, അതായത് ജൂനിയർ എഞ്ചിനീയർ ആൻഡ് ഡിപ്പോർട്ട് മെറ്റീരിയൽ സൂപ്രണ്ട് പോസ്റ്റിലേക്കാണ് ഇപ്പോൾ ഈ ഒരു വേക്കൻസീസ് വിളിച്ചിട്ടുള്ളത്. സോ 14/8/2026 തൊട്ട് ഈ ഒരു പോസ്റ്റിലേക്കുള്ള ആപ്ലിക്കേഷൻ വിൻഡോ ഓപ്പൺ ആയി തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ 19/9/2026 വരെയാണ് ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാനുള്ള ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത്. ഇതുകൂടാതെ 16/9/2026 തൊട്ട് 25/9/2026 വരെ ആപ്ലിക്കേഷനിൽ എന്തെങ്കിലും മോഡിഫിക്കേഷൻ ഉണ്ടെങ്കിൽ മോഡിഫിക്കേഷൻ വിൻഡോസ് ഓപ്പൺ ആയി തുടങ്ങുന്നതായിരിക്കും. സോ നമുക്കിവിടെ കാണാൻ സാധിക്കും ജൂനിയർ എഞ്ചിനീയർ അതുപോലെ തന്നെ ഡിപ്പോർട്ട് മെറ്റീരിയൽ സൂപ്രണ്ട് പോസ്റ്റിലേക്കാണ് 3993 വേക്കൻസീസ് വിളിച്ചിട്ടുള്ളത്. ഈ ഒരു പോസ്റ്റിലേക്ക് പറയുന്ന പേ ലെവൽ എന്ന് പറയുന്നത് ലെവൽ 6 ആണ്. അതായത് 35,400 രൂപ തൊട്ടാണ് ഇനീഷ്യൽ പേ പറഞ്ഞിരിക്കുന്നത്. ഇതുകൂടാതെ DA പോലുള്ള അലവൻസസും ലഭിക്കുന്നതായിരിക്കും. 18 വയസ്സ് മുതൽ 33 വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കും. ഇതുകൂടാതെ SC/ST കാൻഡിഡേറ്റ്സിന് 5 വർഷവും OBC കാൻഡിഡേറ്റ്സിന് 3 വർഷവും ഏജ് റിലാക്സേഷൻ ഉണ്ടായിരിക്കുന്നതാണ്. സോ ഈ ഒരു നോട്ടിഫിക്കേഷന്റെ അണ്ടറിൽ വേരിയസ് പോസ്റ്റുകളാണ് വിളിച്ചിട്ടുള്ളത്. ഈ ഒരു പോസ്റ്റിലേക്ക് പറയുന്ന മെഡിക്കൽ സ്റ്റാൻഡേർഡ്സ് എന്ന് പറയുന്നത് A3, B1, C1 പോലുള്ള മെഡിക്കൽ സ്റ്റാൻഡേർഡ്സ് ആണ്. അതിനെപ്പറ്റിയുള്ള കൂടുതൽ ഡീറ്റെയിൽസ് ഈ ഒരു നോട്ടിഫിക്കേഷനകത്ത് കറക്റ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. സോ ഇനി ഈ ഒരു പോസ്റ്റിലേക്ക് ചോദിക്കുന്ന ആപ്ലിക്കേഷൻ ഫീസ് എന്ന് പറയുന്നത് SC/ST, എക്സ് സർവീസ്മാൻ, PWD, ഫീമെയിൽ, ട്രാൻസ്ജെൻഡർ, EBC പോലുള്ള കാറ്റഗറീസിലുള്ള കാൻഡിഡേറ്റ്സിന് 250 രൂപയും ബാക്കിയുള്ള എല്ലാ കാൻഡിഡേറ്റ്സിനും 500 രൂപയാണ് എക്സാമിനേഷൻ ഫീസ് ആയിട്ട് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഫസ്റ്റ് സെലക്ഷൻ പ്രോസസ് ആയിട്ടുള്ള CBT 1 അറ്റൻഡ് ചെയ്യുന്നവർക്ക് ഈ ഒരു 500 രൂപയിൽ 400 രൂപയും റീഫണ്ട് ആയിട്ട് ലഭിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ ഈ ഒരു കാറ്റഗറിയിലുള്ള കാൻഡിഡേറ്റ്സിന് 250 രൂപയും റീഫണ്ട് ആയിട്ട് ലഭിക്കുന്നതായിരിക്കും. സോ ഓൺലൈൻ ആയിട്ടാണ് ഈ ഒരു പോസ്റ്റിനായിട്ട് അപേക്ഷിക്കേണ്ടത്. ഇനി ഈ ഒരു പോസ്റ്റിലേക്ക് പറയുന്ന റിക്രൂട്ട്മെന്റ് പ്രോസസ് എന്ന് പറയുന്നത് CBT 1, CBT 2 അതുപോലെ തന്നെ ഡോക്യുമെന്റ് വെരിഫിക്കേഷനും മെഡിക്കൽ എക്സാമിനേഷനും ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്. സോ CBT 1ലേക്ക് 1.5 മണിക്കൂർ നടക്കാൻ പോകുന്ന ഈ ഒരു എക്സാമിനേഷന് ടോട്ടൽ 100 ചോദ്യങ്ങളായിരിക്കും ഉണ്ടായിരിക്കുന്നത്. ഈ ഒരു എക്സാമിനേഷന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സിലബസ് ഈ ഒരു നോട്ടിഫിക്കേഷനകത്ത് കറക്റ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ CBT 1ൽ നിന്ന് ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെടുന്ന കാൻഡിഡേറ്റ്സ് അടുത്ത സ്റ്റേജ് ആയിട്ടുള്ള CBT 2 അറ്റൻഡ് ചെയ്യേണ്ടതാണ്. അതായത് ടോട്ടൽ 2 മണിക്കൂർ നടക്കാൻ പോകുന്ന ഈ ഒരു എക്സാമിനേഷന് ടോട്ടൽ 150 ചോദ്യങ്ങളായിരിക്കും ഉണ്ടായിരിക്കുന്നത്. സോ ഈ ഒരു എക്സാമിനേഷന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സിലബസ് ഈ ഒരു നോട്ടിഫിക്കേഷനകത്ത് കറക്റ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. സോ ഇനി ഈ ഒരു പോസ്റ്റിലേക്ക് ചോദിക്കുന്ന എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് 3 ഇയേഴ്സ് ഡിപ്ലോമ ഇൻ എഞ്ചിനീയറിംഗ് പഠിച്ചവർക്കോ അല്ലെങ്കിൽ ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ എഞ്ചിനീയറിംഗ് ഓർ ടെക്നോളജി പഠിച്ചവർക്കോ അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. സോ ഏതൊക്കെ ബ്രാഞ്ചിൽ എഞ്ചിനീയറിംഗ് പഠിച്ചവർക്ക് ഈ ഒരു പോസ്റ്റിനായിട്ട് അപേക്ഷിക്കാൻ സാധിക്കുമെന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട്. സോ കേരളത്തിലും വേക്കൻസീസ് വിളിച്ചിട്ടുണ്ട്. അതായത് RRB തിരുവനന്തപുരം ഈ ഒരു നോട്ടിഫിക്കേഷനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. കേരളത്തിൽ മാത്രമായിട്ട് 101 വേക്കൻസീസ് ആണ് വിളിച്ചിട്ടുള്ളത്. അങ്ങനെ ഓൾ ഇന്ത്യ ലെവലായിട്ട് ടോട്ടൽ 3993 വേക്കൻസീസ് ആണ് വിളിച്ചിട്ടുള്ളത്. സോ ഈ ഒരു നോട്ടിഫിക്കേഷന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള PDF-ന്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ടാഗ് ചെയ്യുന്നുണ്ട്. സോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യാനും മറക്കല്ല്. സോ താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.